കൃഷ്ണൻ രാധയെ വിവാഹം കഴിക്കാത്തതിന്റെ രഹസ്യം നിങ്ങൾക്കറിയാമോ? സൃഷ്ടിയുടെ അതീതമായ ലോകം വൈകുണ്ഠം. അവിടെ വിശ്രമിക്കുന്നു പരമദൈവം. ശേഷനാഗത്തിന്മേൽ വിശ്രമിക്കുന്ന മഹാവിഷ്ണു. അവന്റെ അരികിൽ അനന്തഭക്തിയോടെ നിൽക്കുന്ന മഹാലക്ഷ്മി. പ്രഭു, നിങ്ങൾ ഏത് അവതാരമായാലും ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കണം. ലക്ഷ്മി, എന്റെ ഓരോ അവതാരത്തിലും നീ എന്റെ ഭാര്യയായിരിക്കും. ഇത് എന്റെ വാഗ്ദാനം. കാലം കടന്നു. വിഷ്ണു ഭൂമിയിൽ കൃഷ്ണനായി അവതരിച്ചു. പക്ഷേ ദൈവത്തിന്റെ ഹൃദയം അത് വൃന്ദാവനത്തിൽ പൂത്തുയർന്നു. കുഴലിന്റെ സ്വരം കേട്ട് ഒരു യുവതി നിൽക്കുന്നു. അവൾ രാധ. ആ കണ്ണുകൾ കണ്ട നിമിഷം സമയം നിശ്ചലമായി. അത് ഒരു സാധാരണ പ്രണയമല്ലായിരുന്നു. ആത്മാവ് ആത്മാവിനെ തിരിച്ചറിഞ്ഞ നിമിഷം. രാധ ലക്ഷ്മിയല്ല എന്ന് ചിലർ പറയുന്നു. പക്ഷേ അവൾ അതിലും ഉയർന്നൊരു ശക്തിയാണ്. ഹ്ലാദിനി ശക്തി, ദൈവത്തിന്റെ ആനന്ദരൂപം. അവർ രണ്ടുപേരല്ല, ഒരേ ആത്മാവിന്റെ രണ്ട് രൂപങ്ങൾ. വേർപാട്. പക്ഷേ ധർമ്മം കൃഷ്ണനെ വിളിച്ചു. കൃഷ്ണൻ മധുരയിലേക്ക് പുറപ്പെട്ടു. നീ തിരിച്ചു വരുമോ? ഉത്തരമില്ല. പക്ഷേ കണ്ണുകളിൽ ഒരു വാഗ്ദാനമുണ്ടായിരുന്നു. വിവാഹമില്ല, ഒരുമിച്ചുള്ള ജീവിതമില്ല. ദ്വാരകയിൽ വൈകുണ്ഠത്തിലെ വാഗ്ദാനം പാലിക്കപ്പെട്ടു. ലക്ഷ്മി രുക്മിണിയായി ജനിച്ചു. കൃഷ്ണൻ അവളെ വിവാഹം ചെയ്തു. ദൈവത്തിന്റെ വാക്ക് തെറ്റിയില്ല. വേർപാട് അവരുടെ പ്രണയം അവസാനിപ്പിച്ചില്ല, അത് ശാശ്വതമാക്കി. ഇന്നും വൃന്ദാവനത്തിലെ കാറ്റിൽ കുഴലിന്റെ സ്വരം കേൾക്കാമെന്ന് പറയുന്നു. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? കൃഷ്ണൻ രാധയെ വിവാഹം ചെയ്യാത്തത് വാഗ്ദാനത്തിന്റെ കാരണമോ അല്ലെങ്കിൽ പ്രണയം വിവാഹത്തേക്കാൾ ഉയർന്നതായതിനാലോ?